മെയ് 11-നും 13-നുമായി ഹാജരാക്കിയ 3 പെൻഡ്രൈവുകളും 8ഓളം ഡോക്യുമെന്റുകളും ജയിലിൽ വെച്ചെഴുതിയ കത്തും ഉൾപ്പെടുന്ന തെളിവുകളാണ് സരിതയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയത്. സോളാറുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി, PC വിശ്വനാഥ് തുടങ്ങിയവരെ സംബന്ധിക്കുന്ന ചില രേഖകൾ ഇതിലടങ്ങുന്നു. മോൻസ് ജോസഫ് MLA-ക്ക് വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനായി നൽകിയ അഭിപ്രായങ്ങളുടെയും ടോണി ചമ്മണിക്ക് നൽകിയ അപേക്ഷയുടെയും പകർപ്പ് ഇതിലുണ്ട്. ബെന്നി ബെഹനാൻ, തോമസ് കൊണ്ടോട്ടി തുടങ്ങിയവരുടെ ഓഡിയോ സംഭാഷണങ്ങളും മറ്റു ചില സ്വകാര്യ ദൃശ്യങ്ങളും ഹാജരാക്കിയവയിൽ ഉൾപ്പെടുന്നു. സരിത നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷം ഇത് ദോഷകരമായി ബാധിക്കുന്ന കക്ഷികൾക്ക് പകർപ്പ് നൽകി ക്രോസ് വിസ്താരത്തിന് അവസരമൊരുക്കുമെന്ന് ജസ്റ്റിസ് G. ശിവരാജൻ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തുവന്ന സരിത മലിലിൽ ശ്രീധരൻ നായരുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ നൽകുമെന്ന് അറിയിച്ചു. ഫോട്ടോസ് എന്തായാലും ഞാൻ കൊണ്ടുവരും. അത് ചിലപ്പം എന്താ വെച്ചാൽ എന്നെ ഒത്തിരി വേട്ടയാടിയ ഒരു കേസാണ് ശ്രീധരൻ നായരുടെ കേസ്. സോളാറിന്റെ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീതി വരുമായിരിക്കും. ജൂൺ 17-ന് വീണ്ടും ഹാജരാകണമെന്നാണ് സരിതയ്ക്ക് സോളാർ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിരുന്ന ഫോൺ നമ്പർ സംബന്ധിച്ച വിശദാംശങ്ങളും സരിത അന്ന് നൽകണം. അതിനിടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ഷിബു ബേബി ജോണിനോട് 14-ന് ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.